അപ്പൊ നമ്മുടെ മത്സരത്തിനുള്ള കോഴിയെ നമ്മൾ പൊരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഞാൻ ഇവരുടെ സ്വന്തം അപ്പൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 3 കോഴി പൊരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈറ്റിംഗ് ചാലഞ്ചാണ്. അത് ജയിക്കുന്ന ആൾക്ക് 2000 രൂപയാണ് ക്യാഷ് പ്രൈസ് അല്ലേ? ഇവിടെ കോഴിയൊക്കെ ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അച്ഛനും നമ്മുടെ ദാസപ്പനുമാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപോലുള്ള 3 കോഴിയെ നമ്മളിപ്പോൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജയിക്കുന്ന ആൾക്ക് വേണ്ടേ 2000 രൂപ. തോക്കുന്ന ആൾ പാവയ്ക്ക് കഴിക്കണം. ആര് ജയിക്കും അച്ഛാ? ആര് ജയിക്കുന്ന മത്സരത്തിൽ കൂടെ നമ്മൾ എന്നാലും ആര് ജയിക്കും? ഞാൻ ജയിക്കും. നീ ജയിക്കുമോ? അച്ഛൻ ജയിക്കും. ജയിക്കുമോ? ഞാൻ ജയിക്കും. ഞാൻ തോക്കുമെന്ന് ചെറിയ സംശയമുണ്ട്. ഓൻ ആര് ജയിക്കും? മോനെ ആരാ? ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ മത്സരത്തിലേക്ക് പോകാം. നമ്മളാണെങ്കിൽ 3 ഒരേപോലത്തെ കോഴി നമ്മൾ പൊരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജയിക്കുന്ന ആൾക്ക് 2000 രൂപ, തോക്കുന്ന ആൾക്ക് പാവയ്ക്ക്, അത് നല്ല നാടൻ പാവയ്ക്ക്, കഴിച്ചിട്ടിറക്കാൻ പറ്റാത്ത സാധനമാണ് പണിഷ്മെന്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മത്സരത്തിലേക്ക് പോവാം. നല്ലപോലെ കഴിക്കണം. ദാസപ്പ പെട്ടെന്ന് കഴിക്കും. ദാസപ്പ ഞാൻ ആറോട് നിൽക്കും, അച്ഛൻ്റെ കൂടെ നിൽക്കണോ ദാസപ്പൻ്റെ കൂടെ നിൽക്കണോ? അവിടെ തിന്നുകൊണ്ട് അവനിപ്പോ തീർക്കണോ? പെട്ടെന്ന് തിന്നണം അങ്ങോട്ട്. ആണാണ് ഉണ്ണിയൊക്കെ തീർക്കുന്നില്ല. അച്ഛൻ്റെ കൂടെ സപ്പോർട്ടിനാണ് അയ്യപ്പനും ചേർന്നിട്ടുണ്ട്. കഴിയണോ? വായോട്ട് വെക്കുന്ന കണ്ട് ബാക്കി എല്ലാം ഉണ്ട്. എൻ്റെ മെഷീനും ഇതെങ്ങനെ തിന്നു തീർക്കാനാ? എല്ലാ മത്സരത്തിലും തോൽവിയാണ് ചെയ്യുന്നത്. തട്ടുപിള്ളായിരുന്നു. ഇവനെ തുള്ളി കാണിയത്
എല്ലാം തീർക്കാറാ തിന്നായി ഗൈസ്. എന്റെ വയറ് നിറ സത്യം പറഞ്ഞ. ഓ എനിക്ക് പറ്റാവുന്ന പരമാവധി ഞാൻ നോക്കി കേട്ടോ. എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഞാൻ ഇത്ര ഞാൻ ഈ ഗെയിമിൽ നിന്ന് പിന്മാറും കേട്ടോ. എന്തായാലും ഞാൻ പാവയ്ക്ക കഴിക്കാൻ തീരുമാനിച്ചു. കഴി. ഇതാ 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോണും ദാസപ്പനും തമ്മിലുള്ള മത്സരമാണ് ഗൈസ്. ഞാൻ പിന്മാറിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വയറങ്ങ് നിറഞ്ഞു പോയി. എനിക്ക് പറ്റുന്നില്ല കഴിക്കാൻ. എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. ഇവനെങ്ങനെ വെച്ച് ഈ കോഴി തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവനെത്തി കാണിക്കുന്നു ഒരു കാലം മിക്കവാറും അച്ഛൻ ജയിക്കുന്നു കേട്ടോ. അതോ ജയിക്കോ? ഇത് വട്ടം പിടിച്ചോ? തീർന്നില്ലേ? ഇപ്പൊ നമ്മുടെ രഘുഡോൺ ജയിച്ചിരിക്കുകയാണ്. കണ്ടടാ എനിക്ക് വയ്യ ഗൈസ്. എന്താ പറ്റിയത് എനിക്കറിയത്തില്ല. എന്താ പറ്റിയത് എനിക്കറിയത്തില്ല. എന്താ പറ്റിയത്? പിന്നെ തീർക്കണമായിരുന്നു ഗൈസ്. ഇപ്പൊ നമ്മുടെ മത്സരത്തിൽ നമ്മുടെ രഘുഡോൺ ജയിച്ചിരിക്കുകയാണ്. 2000 രൂപ ഉണ്ട്. കൊണ്ട് അടിച്ചു പൊളിക്കും. 1000 രൂപ തരാമോ? 500 തരാം. ഓക്കെ 500 കൊടുത്തേക്ക്. 500 കൊടുത്തേക്ക്. 500 കൊടുത്തേക്ക്. ശരിക്കും തന്നെ ശരിക്കും നിങ്ങൾ അടിച്ചു പൊളിക്കുക കാവടിയാട്ടത്തിന്. എന്റെ ഇതായിട്ട് എന്റെ സംഭാവനയായിട്ടും. അപ്പൊ അമ്മ വേറെ തരണോ? ഓക്കെ എന്നാ ശരി എന്നാ. അവിടെ നിനക്ക് എന്താ പറ്റി തോക്കാന്? എനിക്കറിയത്തില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മൊത്തം തല മൊത്തം. അല്ലാത്തപ്പോ ഇവനാണെങ്കിൽ അല്ലാത്തപ്പോ ചലഞ്ചിലൊക്കെ ഇവനാണെങ്കിൽ നേരെ ഒരു കോഴി എടുത്ത് നേരെ വാലോട്ട് കയറ്റും. ബാക്കി അതിന്റെ എല്ലാം വെളിയിൽ തുടങ്ങിയത് മിഷ്യം പോലെ കഴിക്കുന്നു. നിനക്ക് എന്താ പറ്റി? എന്റെ തലയല്ല ഇതായി. നീ എന്നെക്കാളും സ്ലോ ആയിരുന്നു ഇതിലാണ്. എന്നാലും അച്ഛൻ എങ്ങനെ ഇത്ര കഴിച്ചു? എനിക്കറിയാം. കോഴിയിലെ ചലഞ്ചിൽ ആദ്യമായിട്ടാ മത്സരം ഒന്നും കണ്ടില്ല. ചിരിച്ചിട്ട് പോകുന്നു. കാട്ടിച്ചിട്ട് കയറി പോകും. നേരെ പോകും. ഈ പാവയ്ക്ക് അമ്മ കഴിക്കണം. എനിക്ക് വേണ്ടി അമ്മ കഴിക്കണം. എന്താ കഴിക്കണം വേണ്ടയോ? ഇതിനേക്കാളും നല്ല പച്ചമുളകായിരുന്നു കേട്ടോ. മുളകായിരുന്നു എങ്ങനെ എരിച്ചെങ്കിലും ഇരിക്കും. കഴിച്ച് വെള്ളം ഛർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും ഗൈസ് അപ്പൊ ഞങ്ങൾ എന്തായാലും തോറ്റു പോയി കേട്ടോ. ഞാൻ ഫസ്റ്റിലെ മാറി. എന്താ എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു മടുത്തു പോയി കഴിച്ചപ്പോൾ തന്നെ. എന്താടാ പാവയ്ക്ക കഴിക്കാമെന്നോ? ഗൈസ് അപ്പൊ ചേട്ടാ ഞങ്ങള് പാവയ്ക്ക തിന്നാൻ വേണ്ടി പോകട്ടോ. നല്ല നാടൻ പാവയ്ക്ക, നല്ല പഴച്ച പാവയ്ക്ക. നാടൻ പാവയ്ക്ക കൊണ്ട് ഭയങ്കര കയ്പായിരിക്കും പുല്ല്. കഴിക്കും. നീ ഫസ്റ്റിലായിരിക്കും. ഓർത്തിട്ട് തന്നെ കയ്പ്. പേരൊക്കെ കഴി അത് കഴിയുന്നോ? കഴിയോ? കഴിക്കും.
ഗൈസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ കേട്ടോ. പാവയ്ക്ക എനിക്ക് വയ്യ, ഛർദിച്ച് എൻ്റെ ഊപ്പാട് തീർന്നു. ഞാൻ വാള് വെച്ച് ഭയമായി. ഞാൻ അച്ഛൻ എന്നെ ജയിച്ചിട്ടും പാവയ്ക്ക ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കുമ്പോൾ തരുന്നില്ല. അന്ന് അച്ഛൻ അങ്ങ് ജയിച്ച തോറ്റാ പോരായിരുന്നു. ഞങ്ങളെ പാവയ്ക്ക ഏറ്റിപ്പിച്ചു. നല്ലൊരു മത്സരത്തിൽ അങ്ങനെയാണ്, തോക്കുന്നവർ പാവയ്ക്ക കഴിഞ്ഞാൽ ജയിക്കുന്നവർക്ക് പ്രൈസ് 2000 രൂപ. അതെ അതെ, അതാണ് മത്സരം. ഗൈസ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ആ ചാലഞ്ച് വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം അല്ലേ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അമ്മുക്ക് ഡുമ്മുകൾ അമാൾ ഡുമാൾ